അരിത്തമെറ്റിക് സീക്വൻസ് എന്ന യൂണിറ്റിലെ സംസ് ആൻഡ് ടേംസ് എന്ന പോർഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട എക്സസൈസ് പേജ് നമ്പർ 28 നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് 3 അരിത്തമെറ്റിക് സീക്വൻസസ് വിത്ത് 30 ആസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ്. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് 5 ടേംസ് അരിത്തമെറ്റിക് സീക്വൻസ് നമ്മൾ എഴുതണം. വിത്ത് 30 ആസ് ദ ഫസ്റ്റ് 5 ടേംസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം. റൈറ്റ് 3 അരിത്തമെറ്റിക് സീക്വൻസസ് വിത്ത് 30 ആസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ്. ഫസ്റ്റ് 5 ടേംസിൻ്റെ സമ്മ് 30 വരുന്ന 3 അരിത്തമെറ്റിക് സീക്വൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ ഓർമ്മിച്ച് നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് ഒന്ന് കിടക്കാം. അതായത് ഇവിടെ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ഈസ് ഈക്വൽ ടു 5 ആണ്. സം എന്ന് പറയുന്നത് ദാറ്റ്സ് ഈക്വൽ ടു 30, ദാറ്റ്സ് ഗിവൺ. അപ്പം നമ്പർ ഓഫ് ടേംസ് 5 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് സം ഈസ് ഈക്വൽ ടു, നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്, സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം. സം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം ആണ്. ഇനി ഇവിടെ തന്നിരിക്കുന്ന പ്രകാരം സം എന്ന് പറയുന്നത് 30 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് 5 ഇൻറ്റു മിഡിൽ ടേം നമ്മൾ എക്സ് എന്നാണല്ലോ സാധാരണ എടുക്കുന്നത്. അതായത് ഇവിടുത്തെ സീക്വൻസിനെ നമുക്ക് സപ്പോസ് ചെയ്യാം മിഡിൽ ടേം എക്സ്. അങ്ങനെയാണെങ്കിൽ മുമ്പോട്ട് പോകുമ്പോൾ എക്സ് പ്ലസ് ഡി, എക്സ് പ്ലസ് 2d. ഇത് ബാക്കിലേക്ക് പോകുമ്പോൾ എക്സ് മൈനസ് ഡി, എക്സ് മൈനസ് 2d. ഇതാണല്ലോ 5 ടേംസ് ഉള്ള അരിത്തമെറ്റിക് സീക്വൻസ്. സോ ഇവിടെ 5x എന്ന് പറയുന്നത് 30 ആണ്. നമുക്ക് മിഡിൽ ടേം എക്സ് കണ്ടുപിടിക്കാം. 30 ഡിവൈഡഡ് ബൈ 5. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 30 ഡിവൈഡഡ് ബൈ 5 ദാറ്റ്സ് ഈക്വൽ ടു 6 ആണ് വരുന്നത്. അപ്പം മിഡിൽ ടേം നമുക്ക് 6 എന്ന് കിട്ടി. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് സമ്മ് 30 വരത്തക്ക രീതിയിലുള്ള 3 സീക്വൻസ് ഉണ്ടാക്കണം. അതായത് ഏതാണ് ഇവിടെ 6 മിഡിൽ ടേം ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു സീക്വൻസ് എഴുതാം. 7, 8, ബാക്കിലേക്ക് 5, 4. ഇതിൻ്റെ സം എടുക്കുമ്പോൾ നമുക്ക് 30 ആണ് കിട്ടുന്നത്. ഇനി ഈ സീക്വൻസ് തന്നെ നമുക്കൊന്ന് തിരിച്ചെഴുതാൻ പറ്റുമല്ലോ. തിരിച്ചെഴുതുമ്പോൾ 8, 7, 6, 5, 4. സോ ദി സം ഓൾസോ 30 ആണ്. മറ്റൊരു സീക്വൻസ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. മിഡിൽ ടേം 6 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് 2 ആഡ് ചെയ്ത് എഴുതി നോക്കാം. 2, 6, 8, 10, ഇവിടെ 4, 2. സോ ഈ സീക്വൻസും നമുക്ക് കിട്ടുന്നത് സമ്മ് 30 ആണ്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓവർ. നമ്പർ ഓഫ് ടേംസ് 5, സമ്മ് 30 ആയിട്ടുള്ള 3 സീക്വൻസസ് നമ്മൾ എഴുതി. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 1. അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്. നമുക്കിവിടെ നിന്ന് കുറിച്ച് പോകാം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 തന്നിട്ടുണ്ട്. ദെൻ സം ഓഫ് ദ ഫസ്റ്റ് 4 ടേംസ്, അതായത് നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 4 ആണ്. അതിൻ്റെ സം എന്ന് പറയുന്നത് 100 തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ഈസ് ഈക്വൽ ടു 4 ആണ് തന്നിരിക്കുന്നത്. ഫൈൻഡ് ദ ഫസ്റ്റ് 4 ടേംസ്. ആദ്യത്തെ 4 ടേംസ് കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. സം ഓഫ് ദ ഫസ്റ്റ് 4 ടേംസിൻ്റെ സമ്മ് തന്നിട്ടുണ്ട് 100. നമ്പർ ഓഫ് ടേംസ് 4 ആണ്. നമ്മൾ പഠിച്ചിരുന്നു നമ്പർ ഓഫ് ടേംസ് ഈവൻ ആണെങ്കിൽ സം ഇസ് ഈക്വൽ ടു എന്താണെന്ന്. നമ്പർ ഓഫ് ടേംസ് ഈവൻ ആണെങ്കിൽ നമുക്കൊന്ന് സപ്പോസ് ചെയ്യാം. ഫസ്റ്റ് ടേം x1, ദെൻ x2, x3, x4 എന്നെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സമ്മാണ് 100 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ടേംസ് നമുക്ക് അറിയില്ല. എത്ര പേഴ്സ് ഉണ്ട് അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. എത്ര പേഴ്സ് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. 2 പേഴ്സ് ആണ്. അങ്ങനെയെങ്കിൽ സമ്മിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 പേഴ്സ് ആണെങ്കിൽ സം ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇതാണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. അതായത് നമ്പർ ഓഫ് പേഴ്സ് ഇവിടെ 2 ആണ്. നമ്പർ ഓഫ് ടേംസ് 4 ആയതുകൊണ്ടാണ് നമുക്ക് 2 പേഴ്സ് കിട്ടിയത്. സോ സം ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ്. സം എന്ന് പറയുന്നത് നമുക്കറിയാം 100 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു ഫസ്റ്റ് ടേമും അറിയാം 1 പ്ലസ് ലാസ്റ്റ് ടേം.
ലാസ്റ്റ് ടേം. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു, നമുക്ക് ഇതിങ്ങോട്ടേക്ക് ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 100 ഡിവൈഡ് ബൈ 2 ദാറ്റ്സ് ഈക്വൽ ടു 1 പ്ലസ് ലാസ്റ്റ് ടേം ആണ്. സിംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഇവിടെ 50 വരുന്നു. ദാറ്റ്സ് ഈക്വൽ ടു 1 പ്ലസ് ലാസ്റ്റ് ടേം, 1 പ്ലസ് ലാസ്റ്റ് ടേം ആണ്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്ത് വരും? 50 മൈനസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 49 ആണ് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ടേം അറിയാം, ലാസ്റ്റ് ടേമും അറിയാം. അങ്ങനെയെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാമല്ലോ. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. സോ ഡി ഈസ് ഈക്വൽ ടു, ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് 49 മൈനസ് 1 ഡിവൈഡ് ബൈ 49 എന്ന് പറയുന്നത് ഫോർത്ത് ടേം ആണ്, 1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം. ദാറ്റ്സ് ഈക്വൽ ടു 48 ഡിവൈഡഡ് ബൈ ഇതാണ് 4 മൈനസ് 1 എന്ന് പറയുന്നത് 3 വരുന്നു. അപ്പോൾ 48 ഡിവൈഡ് ബൈ 3 എന്ന് പറയുന്നത് 16 ആണ്. സോ നമുക്ക് സീക്വൻസ് എഴുതാനായിട്ട് പറ്റും. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്. സെക്കൻഡ് ടേം ഏത് വരും? h2 എന്ന് പറയുന്നത് ഇതാണ് 1 പ്ലസ് 16, സോ 17 വരുന്നു. നെക്സ്റ്റ് ടേം 17 പ്ലസ് 16 എന്ന് പറയുന്നത് 33. നെക്സ്റ്റ് ടേം 33 പ്ലസ് 16 എന്ന് പറയുന്നത് 49. സോ ഇവിടെ നമുക്ക് ഡി കിട്ടി. ഒരു ടൈമിലേക്ക് ആഡ് ചെയ്ത് പോയാൽ മതി. സോ ദിസ് ഈസ് ദ ആൻസർ ഓഫ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, prove that for any 4 consecutive terms of an arithmetic sequence, the sum of the 2 terms on the 2 ends and the sum of the 2 terms in the middle are same. അതായത് നമ്മൾ പ്രൂവ് ചെയ്യണം എനി കോൺസിക്യൂട്ടീവ് ടേം, ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ 4 കോൺസിക്യൂട്ടീവ് ടേംസ്, അതിൻ്റെ ഫസ്റ്റിലെ എൻഡിലെ 2 ടേംസ് തമ്മിലുള്ള സമ്മും മിഡിൽ ടേംസുകളുടെ സമ്മും ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. നമുക്ക് ഒന്ന് എഴുതി നോക്കാം ക്വസ്റ്റിന്. അതായത് എങ്ങനെയാണ് ഈ സീക്വൻസിനെ നമുക്കൊന്ന് എഴുതാൻ പറ്റുന്നത്? ഫസ്റ്റ് ടേം എക്സ്, അങ്ങനെയെങ്കിൽ സെക്കൻഡ് ടൈം എന്ത് വരും? എക്സ് പ്ലസ് ഡി, തേർഡ് ടൈം എക്സ് പ്ലസ് 2d. കോൺസിക്യൂട്ടീവ് ആണ്, കോൺസിക്യൂട്ടീവ് അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അടുത്തത് എക്സ് പ്ലസ് 3d വരുന്നു. അപ്പം 4 ടേംസ് നമുക്കിതിലെ കിട്ടി. എക്സ് പ്ലസ് ഡി, എക്സ് പ്ലസ് 2d, എക്സ് പ്ലസ് 3d. ഇനി സം ഓഫ് ദ 2 ടേംസ് ഓൺ ദ 2 ends, 2 endsലെ 2 ടേംസുകൾ തമ്മിലുള്ള സം എന്ന് പറയുന്നത് എന്ത് വരും? എൻസിലെ സം എന്ന് പറയുന്നത് എക്സ് പ്ലസ് 3d വരുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു ഇത് 2x പ്ലസ് 3d എന്ന് എഴുതാൻ പറ്റും. അതായത് എൻസിലെ സം എന്ന് പറയുന്നത് 2x പ്ലസ് 3d ആണ്. ഇനി നമുക്ക് മിഡിൽ ടേംസുകൾ തമ്മിലുള്ള സമ്മോ, മിഡിൽ ടേംസുകൾ തമ്മിലുള്ള സമ്മ് നമുക്ക് നോക്കാം. എക്സ് പ്ലസ് ഡി പ്ലസ് എക്സ് പ്ലസ് 2d ആണ്. ദാറ്റ്സ് ഈക്വൽ ടു എന്താ വരുന്നത്? 2x പ്ലസ് 3d വന്നു. അതായത് എക്സ് പ്ലസ് എക്സ് 2x, ഡി പ്ലസ് 2d എന്ന് പറയുന്നത് 3d. സോ നമുക്കിവിടെ എന്താണ് പ്രൂഫായി. അതായത് ഈ സീക്വൻസിൻ്റെ എൻഡിലുള്ള ഫസ്റ്റിലേതും എൻഡിലേതുമുള്ള ടേംസുകൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 2x പ്ലസ് 3d കിട്ടി. ഇതിൻ്റെ മിഡിൽ ടേം ആഡ് ചെയ്തപ്പോൾ നമുക്ക് 2x പ്ലസ് 3d കിട്ടി. സോ ബോത്ത് ആർ ഈക്വൽ. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യന് ഇതാണ്, റൈറ്റ് 4 arithmetic sequences with 100 as the sum of the first 4 terms. നമ്മൾ നേരത്തെ തന്നെ ചെയ്ത ഒരു പ്രോബ്ലമാണ്, അതിൻ്റെ സെയിം മോഡലാണ്. നമുക്ക് 4 arithmetic sequences എഴുതണം. എന്താണ് 100 as the sum of the first 4 terms. ഫസ്റ്റ് 4 ടേംസിൻ്റെ സമ്മ് 100 ആണ്. അപ്പോൾ ഇത് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നമുക്ക് ഈ സീക്വൻസ് ഒന്ന് എഴുതാനായിട്ട് നോക്കാം. ആദ്യത്തെ ടേം എന്ന് പറയുന്നത് x1 വരുന്നു. ഇതിനകത്ത് x1 പ്ലസ് ഡി, അടുത്തത് x1 പ്ലസ് 2d, ദെൻ x1 പ്ലസ് 3d. അതിൻ്റെ സമ്മാണ് നമുക്ക് 100 എന്ന് തന്നിരിക്കുന്നത്. അതായത് x1 പ്ലസ് ഡി പ്ലസ് എക്സ് പ്ലസ് 2d പ്ലസ് x1 പ്ലസ് 3d എന്ന് പറയുന്നതിൻ്റെ സമ്മാണ് 100. അപ്പം നമുക്കിതൊന്ന് ആഡ് ചെയ്യാലോ. ഒന്ന് x1 പ്ലസ് x1 പ്ലസ് x1 പ്ലസ് x1 എന്ന് പറയുന്നത് 4x1 ആണ്. 4x1 പ്ലസ് ഡി എത്രയുണ്ട്? 1
2 plus 3 3 plus 3 6 6d is equal to 100. അപ്പോൾ നമുക്ക് കിട്ടി ഇതാണ് 4x1 plus 6d is equal to 100. നമുക്കിതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 2 കൊണ്ട് എല്ലാത്തിനും ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2x1 plus 3d that's equal to 50 എന്നാണ് കിട്ടുന്നത്. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എത്ര സീക്വൻസ് എഴുതണം? 4 സീക്വൻസ് എഴുതണം. 4 സീക്വൻസ് എഴുതണം. അപ്പോൾ എന്താണ് 4 activity sequences 100 are the sum of the first 4 terms. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. വെൻ ഡി ഈസ് ഈക്വൽ ടു നമ്മൾ തന്നെ ഊഹിച്ചെടുക്കുകയാണ്. വെൻ ഡി ഈസ് ഈക്വൽ ടു 2 ആവുമ്പോൾ ഈ സീക്വൻസ് എങ്ങനെയാവും നമുക്ക് നോക്കാം. ഡി ഈസ് ഈക്വൽ ടു 2 കൊടുത്തു കഴിയുമ്പോൾ 2x1 plus 3 into 2 that's equal to 50. അപ്പം 2x1 plus ഇത് 6 ആണല്ലോ, ദാറ്റ്സ് ഈക്വൽ ടു 50 തന്നെ. 2x1 ഈസ് ഈക്വൽ ടു 50. ഇതിനെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ -6 ദാറ്റ്സ് ഈക്വൽ ടു 44 ആവുന്നു. അപ്പോൾ x1 ഈസ് ഈക്വൽ ടു 44 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 22 ആണ് കിട്ടുന്നത്. അപ്പം നമുക്ക് നോക്കണം, സീക്വൻസ് എഴുതി നോക്കാം. സബ് 100 ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം 22 D2 ആണല്ലോ, അതുകൊണ്ട് നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 24 26 28. ഇതിൻ്റെ സമ്മ് നമുക്ക് നോക്കാം. 4 × 6 6 6 12 8 20 6 2 4 6 8 10. സോ ഇതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 100 ആണ്. സോ ഫസ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് ഓക്കെ ആയി. ഇനി നമ്മൾ ഗസ് ചെയ്താണ് കൊടുക്കുന്നത്. വെൻ ഡി ഈസ് ഈക്വൽ ടു 4 ആകുമ്പോൾ ഈ സീക്വൻസ് എങ്ങനെയാകും? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. 2x1 plus 3 into 4 that's equal to 50 ആണ്. 2x1 is equal to, ഞാനിത് ഒറ്റ സ്റ്റെപ്പിൽ എഴുതുവാണ്, 50 മൈനസ് 4 into 3 എന്ന് പറയുന്നത് 12 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 38 കിട്ടുന്നു. അപ്പോൾ x1 ഈസ് ഈക്വൽ ടു 38 ഡിവൈഡ് ബൈ 2 ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് 19 കിട്ടി. ഫസ്റ്റ് ടേം 19 ആണ്. അങ്ങനെയെങ്കിൽ ഈ സീക്വൻസ് നമുക്ക് കിട്ടുമെന്ന് നോക്കാം. ഫസ്റ്റ് ടേം 19, കോമൺ ഡിഫറൻസ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഡി എന്നാണ്, 4 എന്നാണ്. 4 നമുക്ക് ആഡ് ചെയ്ത് പോകാം. അപ്പോൾ അടുത്തത് 23 27 31. ഇതിൻ്റെ സമ്മ് നോക്കാം. 7 + 1 8, ഇത് ഇവിടെ 11 + 9 എന്ന് പറയുന്നത് 20, റിമൈൻഡർ 2, 3 × 5 7 × 9 10. സോ ഇതിൻ്റെ സമ്മും നമുക്ക് 100 ആണ് കിട്ടുന്നത്. ദെൻ ഒന്നുകൂടെ കൊടുക്കാം. വെൻ ഡി ഈസ് ഈക്വൽ ടു 6 കൊടുക്കാം. ഡി ഈസ് ഈക്വൽ ടു 6 കൊടുത്തു കഴിയുമ്പം 2x1 plus 3 into 6 ദാറ്റ്സ് ഈക്വൽ ടു 50 ആണ് വരുന്നത്. 2x1 ഈസ് ഈക്വൽ ടു 50 മൈനസ് 6 into 3 എന്ന് പറയുന്നത് 18 ദാറ്റ്സ് ഈക്വൽ ടു ആൻസർ 32 വരുന്നു. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാം. x1 ഈസ് ഈക്വൽ ടു 32 ഡിവൈഡ് ബൈ 2 ദാറ്റ്സ് ഈക്വൽ ടു 16 ആണ്. അപ്പോൾ നമുക്ക് ആ സീക്വൻസ് ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 16 ആണ്. നമ്മളിവിടെ 6 ആണ് കോമൺ ഡിഫറൻസ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ടൈം 22 വരുന്നു, 28 വരുന്നു, 34 വരുന്നു. സോ ഇതിൻ്റെ സമ്മും എത്രയാണ്? സമ്മും നമുക്ക് 100 ആണ് കിട്ടുന്നത്. സോ ദിസ് ഈസ് ദ ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ നമ്പർ 5 ഇതാണ്. Write the first 3 terms of each of the arithmetic sequences described below. നമുക്ക് ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, സം ഓഫ് ദ ഫസ്റ്റ് 3 ടേംസും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കണം. അതാണ് നമ്മളുടെ ക്വസ്റ്റ്യന്. അതിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 4, അതായത് 5th ക്വസ്റ്റ്യന് 4 പാർട്ടുണ്ട്. അതിൽ നമുക്ക് ഒന്നോ രണ്ടെണ്ണം ചെയ്ത് നമുക്കിവിടെ ഇത് അവസാനിപ്പിക്കാം. നോക്കാം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്, ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, ദാറ്റ്സ് ഈക്വൽ ടു 30 ആണ്. സം ഓഫ് ദ ഫസ്റ്റ് 3 ടേംസ് എന്ന് പറയുന്നത്, അപ്പം നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് ടേംസ് എത്രയാണ്? 3 ആണ്. സം എന്ന് പറയുന്നത് 300 തന്നിട്ടുണ്ട്. നമുക്കറിയാം നമ്പർ ഓഫ് ടേംസ് ഓഡാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? സം ഈസ് ഈക്വൽ ടു ഏതാണ്? സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം ആണ്. നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം ആണ്. അതായത് നമ്പർ ഓഫ് ടേംസ് ഓഡാണെങ്കിൽ. സോ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 300 ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 3 ആണ്, ഇൻറ്റു മിഡിൽ ടേം എന്ന് പറയുന്നത്, മിഡിൽ ടേമിനെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ നോക്കിയേ,
300 is equal to 3x ആണ്. x is equal to 300 divided by 3, that's equal to നമുക്ക് കിട്ടുന്നത് 100 ആണ് കിട്ടുന്നത്. ഓക്കെ, മിഡിൽ ടേം 100 കിട്ടി. അങ്ങനെയെങ്കിൽ നമുക്ക് ബാക്കി കണ്ടുപിടിക്കാമല്ലോ. ഡിയുടെ കണ്ടുപിടിച്ചാൽ മതി. ഡി കണ്ടുപിടിക്കാൻ എന്താണ് നമുക്ക് ഇവിടെ ഫോർമുല ഉള്ളത്? ഫസ്റ്റ് ടേം അറിയാം. സോ ഡി ഈസ് ഈക്വൽ ടു 100 മൈനസ് 30, അതായത് ഇത് മിഡിൽ ടേം ആണ്, അതായത് സെക്കൻഡ് ടേം. ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് 70 കിട്ടി. നമുക്ക് സീക്വൻസ് എഴുതി നോക്കാം. സീക്വൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 30 തന്നിട്ടുണ്ട്, കോമൺ ഡിഫറൻസ് 70 ആണ്. സോ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 100 വരുന്നു, നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് 170. സോ ദിസ് ഈസ് ദ ആൻസർ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 30 ആണ്. സം ഓഫ് ദ ഫസ്റ്റ് 4 ടേംസ്, സം ഈസ് ഈക്വൽ ടു 300 ആണ്. സോ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ടേംസ് ഇവിടെ 4 ആണ്. സോ ഇവിടെ നമ്മൾ പെയർ ഫോം ചെയ്യണം. അതായത് x1, x2, x3, x4 ഇതാണ് 4 ടേംസ്. അങ്ങനെയെങ്കിൽ എത്ര പേയേഴ്സ് ഉണ്ട്? 2 പേയേഴ്സ് ആണുള്ളത്. സോ നമുക്ക് എഴുതാം സം ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 പേയേഴ്സ്, 2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ്. ദാറ്റ്സ് ഈക്വൽ ടു സം എന്ന് പറയുന്നത് 300 ആണല്ലോ. സോ 2 ഇൻറ്റു ഫസ്റ്റ് ടേം ഓൾറെഡി ഗിവൺ 30 പ്ലസ് ലാസ്റ്റ് ടേം നമുക്കറിയില്ല, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ദെൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുവാണ്. 300 ഡിവൈഡ് ബൈ 2, ദാറ്റ്സ് ഈക്വൽ ടു 30 പ്ലസ് ലാസ്റ്റ് ടേം ആണല്ലോ. 300 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 150 ആണ്. ഞാൻ ഈ 30 ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു, ഇത് ഇങ്ങനെ എഴുതി. ലാസ്റ്റ് ടേം ദാറ്റ്സ് ഈക്വൽ ടു 150 മൈനസ് 30 എന്ന് പറയുന്നത് 120 ആണ്. ഇസ് ഈക്വൽ ടു ലാസ്റ്റ് ടേം. സോ ലാസ്റ്റ് ടേമും കിട്ടി, ഫസ്റ്റ് ടേമും കിട്ടി. അങ്ങനെയെങ്കിൽ നമുക്ക് ഡി കണ്ടുപിടിക്കാമല്ലോ. ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ്, അതായത് ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 120 ആണ്. 120 മൈനസ് ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 30 ഡിവൈഡഡ് ബൈ ഫോർത്ത് ടേം മൈനസ് ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 120 മൈനസ് 30 എന്ന് പറയുന്നത് ഏതാണ്? 90 ഡിവൈഡഡ് ബൈ 3, ദാറ്റ്സ് ഈക്വൽ ടു 30 കിട്ടി. നമുക്ക് കോമൺ ഡിഫറൻസും കിട്ടി, ഫസ്റ്റ് ടേം കിട്ടി, ലാസ്റ്റ് ടേം കിട്ടി. ഇനി നമുക്ക് സീക്വൻസ് എഴുതാമല്ലോ. അതായത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 30, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 30 പ്ലസ് 30 60, നെക്സ്റ്റ് ടേം 90, ഇത് 90 പ്ലസ് 30 എന്ന് പറയുന്നത് 120. സോ ദിസ് ഈസ് ദ ആൻസർ.